വിശുദ്ധ ആഴ്ചയിൽ ദേവാലയങ്ങളിലെ കുരിശുകളും മറ്റ് തിരുസ്വരൂപങ്ങളും തുണി കൊണ്ട് മറച്ചു വയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമേരിക്കൻ രൂപതകളിലെ ദേവാലയങ്ങളിൽ നോമ്പിന്റെ 5-ാമത്തെ ഞായർ മുതൽ ഇപ്രകാരം കുരിശുകളും വിശുദ്ധ രൂപങ്ങളും മറച്ചു വയ്ക്കുന്നുണ്ടെന്ന് റോമൻ മിസാലിൽ പറഞ്ഞിട്ടുണ്ട്. ദുഃഖവെള്ളിയാഴ്ചയിലെ കർമ്മങ്ങൾ തീരുന്നത് വരെയാണ് കുരിശുരൂപങ്ങൾ മറയ്ക്കുന്നത്. എന്നാൽ മറ്റു രൂപങ്ങൾ പുനരുത്ഥാനത്തിന്റെ സ്മരണബലി അവസാനിക്കുന്നത് വരെ മൂടിവെക്കുന്നു. ഇനി ജർമ്മനിയിലെ ദേവാലയങ്ങളിലാണെങ്കിൽ നോമ്പുകാലം മുഴുവനും അൾത്താർ തന്നെ പൂർണ്ണമായും മറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് കാരണം തിരഞ്ഞാൽ ലഭിക്കുന്ന ലളിതമായ ഉത്തരമുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് വഴി പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. കുരിശുരൂപങ്ങളും മൂടിയ തുണിയും ഉയർപ്പ് ഞായറിന് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹവും ആകാംക്ഷയും വർദ്ധിപ്പിക്കുന്നു. ഈ മൂടുപടം ഈസ്റ്ററിനെ കുറിച്ചുള്ള പുതിയൊരു വാഗ്ദാനവും നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അതുപോലെ വിശുദ്ധ കുർബാനയിൽ വൈദികൻ ചെല്ലുന്ന പ്രാർത്ഥനകളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ ഈ മൂടുപടങ്ങൾ നമ്മളെ സഹായിക്കും. അതുപോലെ കുരിശിന്റെ വഴി ചെല്ലുമ്പോഴും യേശുവിന്റെ പീഡാനുഭവ ചരിത്രം ശ്രവിക്കുമ്പോഴും മറ്റു കാഴ്ചകളിലേക്ക് പോകാതെ നമ്മൾ ആ സംഭവങ്ങൾ നേരിട്ട് സാക്ഷ്യം വഹിക്കുകയാണെന്നുള്ള പ്രതീതി നമ്മൾ ഉണർത്തുവാൻ ഇതിന് കഴിയും. ഇനി നിത്യവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ ഈ അനുഭവം അവരിൽ കൂടുതലായി ഉണ്ടാകും. ചുരുക്കത്തിൽ ലളിതമെന്ന് ചിന്തിച്ചാലും ഏറെ ശ്രദ്ധ നൽകേണ്ട, പ്രാധാന്യം നൽകേണ്ട ഒരു ചിന്തയാണിത്. അതേസമയം തന്നെ നമ്മുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ മൂടുപടം. മറച്ചുവെക്കപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നതെന്നും അതിനുമപ്പുറം ഒരു പുനരുത്ഥാനമുണ്ടെന്നും ഈ മൂടുപടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.